إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, ഇതുപോലെ ഒരു പരിശുദ്ധ റമദാനിൻ്റെ 17 അന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അത്ഭുതം ഈ ഉമ്മത്തിന് നൽകിയത്. അഥവാ വമ്പിച്ച വിജയം, മുസ്ലിമീങ്ങൾക്കെന്നും അഭിമാനിക്കാനും സന്തോഷിക്കാനുമുള്ള മഹത്തായ ഒരു വിജയമാണത്. അഥവാ മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ, ബദരീങ്ങൾ, അവർ ബദറിൻ്റെ രണാങ്കണത്തിൽ പോരാടി വിജയിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് നൽകിയ ആ വിജയമെന്നത് ഖിയാമത്ത് നാൾ വരെ ഓരോ മുസ്ലിമിനും സന്തോഷിക്കാനും അഭിമാനിക്കാനുമുള്ള വമ്പിച്ച വിജയമാണ്. എക്കാലത്തും ധാരാളം ഗുണപാഠങ്ങൾ കൊണ്ട് സമൃദ്ധമായിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ് സഹോദരങ്ങളെ ബദർ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൻ്റെ മണ്ണിൽ മഹാന്മാരായ നമ്മുടെ ബദരീങ്ങൾക്ക് സഹായം നൽകി. നമുക്കറിയാം, ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഹിജ്റ 2-ാം വർഷമാണ്. ഒരു റമദാനിൻ്റെ 17 ബദർ നടന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വാസ്തവത്തിൽ ഒരു യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ടതായിരുന്നില്ല. മറിച്ച് നമുക്കറിയാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട 13 വർഷക്കാലം മക്കയിൽ പ്രബോധനവുമായി കഴിഞ്ഞുകൂടിയപ്പോൾ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരുന്നു നേരിടേണ്ടി വന്നിരുന്നത്. ഒരേ ഒരു കാരണം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, ഏകനായ ഇലാഹ് മാത്രമാണ് ആരാധനക്കർഹൻ എന്നു പറഞ്ഞതാണ് പ്രശ്നം.
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. അങ്ങനെ ആദ്യം അബിസീനിയയിലേക്ക് അഥവാ എത്യോപ്യയിലേക്ക് സഹാബത്തിൽ ചിലർ ഹിജ്റ പോവുകയുണ്ടായി. സ്വന്തം നാട്ടിൽ നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അങ്ങനെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിലേക്ക് ഹിജ്റ പോവാനുള്ള അനുവാദം നൽകിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം സഹാബികൾ മദീനയിലേക്ക് ഹിജ്റ പോവുകയുണ്ടായി. എന്നാലും മക്കയിലെ ഖുറൈശികൾ, അബൂജഹൽ അടക്കമുള്ള ആളുകൾ അവർക്ക് ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള പകയും വിദ്വേഷവും പ്രശ്നങ്ങളും അവസാനിച്ചിരുന്നില്ല. മദീനയിലേക്ക് ഹിജ്റ പോയ സഹാബികളുടെ അവരിൽ പലരുടെയും സ്വത്തും സമ്പത്തും അവിടെ അവർ പിടിച്ചുകെട്ടി. അതും അവരുടെ കയ്യിലുള്ള സമ്പത്തും കൊണ്ട് പിന്നെയും ഇസ്ലാമിനെ നേർക്കാണ് അവരുടെ വരവ്. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം ഷാമിലേക്ക് കച്ചവടത്തിനായി പോകുന്ന വിവരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത്. അന്ന് അറബികൾ കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് അഥവാ ഇന്നത്തെ സിറിയ, ഫിലസ്തീൻ ആ ഭാഗത്തേക്ക് പോവാറുണ്ടായിരുന്നു. അബൂ സുഫിയാൻ അന്ന് അദ്ദേഹം മുസ്ലിമായിരുന്നില്ല. എന്നാൽ പിന്നീട് അദ്ദേഹം മുസ്ലിമായി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 30-40 വരുന്ന ആളുകൾ ഷാം ലക്ഷ്യം വെച്ചുകൊണ്ട് വമ്പിച്ച സമ്പത്തുമായി പുറപ്പെട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരമറിഞ്ഞപ്പോൾ അവരെ പിടികൂടാൻ തീരുമാനിച്ചു. എന്നാൽ അവർ കച്ചവടവുമായി, വലിയ ലാഭവുമായി, വലിയ സമ്പത്തുമായി സുരക്ഷിതമായി മറ്റൊരു വഴിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിടികൂടാൻ വരുന്നു എന്നറിഞ്ഞത് കാരണത്താൽ മക്കയിലേക്ക് രക്ഷപ്പെട്ടുപോയി. എന്നാൽ അബൂ സുഫിയാൻ്റെ സംഘത്തെ തടയാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇറങ്ങി പുറപ്പെട്ടു എന്നതറിഞ്ഞപ്പോൾ മക്കയിലെ ഖുറൈശികൾ, നേതാക്കന്മാർ എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടിരുന്നു. അങ്ങനെ അബൂ സുഫിയാൻ തിരിച്ച് മക്കയിലെത്തിയപ്പോൾ, രക്ഷപ്പെട്ടപ്പോൾ ഇനി പ്രശ്നമില്ല, തിരിച്ചു പോകാം എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. പക്ഷേ ഏതായാലും ഇറങ്ങിയതല്ലേ, ഇതോടുകൂടി മുഹമ്മദിൻ്റെയും സംഘത്തിൻ്റെയും പര്യവസാനം കണ്ടിട്ടല്ലാതെ ഇനി മടക്കമില്ല എന്ന് അഹങ്കാരത്തിൻ്റെ പര്യായപദമായ അബൂജഹൽ അടക്കമുള്ള ആളുകൾ ആക്രോശിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, ബദറിനുള്ള ഒരു വേദി ഒരുങ്ങുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കച്ചവട സംഘത്തെ പിടികൂടാനാണ് വന്നത് എങ്കിലും പിന്നീട് ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് ഉണ്ടായത്. അതാണ് ചുരുക്കി പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഈ യുദ്ധത്തിലേക്ക് വന്ന അവസ്ഥ. അങ്ങനെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആദ്യത്തെ സംഘത്തോട് ഇഷ്ടമുള്ളവർ പുറപ്പെടാനാണ് പറഞ്ഞത് എങ്കിലും പിന്നീട് എല്ലാവരോടും പുറപ്പെടാൻ പറഞ്ഞു. അങ്ങനെ സഹാബത്ത് 313 അതല്ലെങ്കിൽ 315 17 19 വരുന്ന ആളുകൾ അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. രണ്ട് സംഘങ്ങളും ഏറ്റുമുട്ടാൻ തീരുമാനമായി എന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാലിൽ ആ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ കച്ചവട സംഘത്തെ വിട്ട് പിന്നീട് വലിയൊരു സംഘത്തെയാണ് നേരിടേണ്ടി വന്നത് എന്നായപ്പോൾ ചിലർക്ക് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അല്ലാഹു പറയുന്നു, കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാലിലൂടെ പറയുന്നു, ഓ നബിയേ, കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ്,
താങ്കളെ നാം താങ്കളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഈ യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സത്യപ്രകാരമാണ്. വഇന്ന ഫരീഖം മിനൽ മുഅ്മിനീന ലകാരിഹൂൻ. എന്നാൽ വിശ്വാസികളിൽപ്പെട്ട ചില ആളുകൾക്ക് ഒരനിഷ്ടം, ഒരു പ്രയാസം തോന്നുന്നുണ്ട്. യുജാദിലൂനക ഫിൽ ഹഖ് ബഅദമാ തബയ്യൻ. ഹഖ്, ഈ സത്യം അത് വെളിപ്പെട്ടിട്ടും അവർ താങ്കളോട് തർക്കിക്കുകയാണ് നബിയെ. കഅന്നമാ യുസാഖൂന ഇലൽ മൗതി വഹും യൻദുറൂൻ. അവരെ മരണത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് അവർ താങ്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അഥവാ സഹോദരങ്ങളെ, ഏറ്റുമുട്ടാനുള്ള സംഘം അത് 1000-ഓളം വരുന്ന സംഘമാണെന്നറിഞ്ഞപ്പോൾ ദുർബലരായ 300 ചില്ലാനം വരുന്ന സഹാബികൾ, യുദ്ധസന്നാഹങ്ങളോ ആയുധങ്ങളോ ഒന്നുമില്ലാത്തവർ, അവർ വല്ലാതെ പ്രയാസപ്പെട്ടു. അവർക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വേള അവർ തിരിച്ചു പോകാമെന്ന് പറഞ്ഞതിനെക്കുറിച്ചാണ് അള്ളാഹു ഇത് പറഞ്ഞത്. കേവലം മാനുഷികമായ ഒരു ചിന്ത മാത്രമാണത്. അള്ളാഹു പറയുന്നു, അവരെ മരണത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് നബിയെ താങ്കളെ അവർ നോക്കുന്നത്. അഥവാ മരിക്കും, ഇവിടെ ഇതോടുകൂടി അവസാനിക്കും എന്നതാണ് പുറമേക്ക് നോക്കുമ്പോൾ അവരുടെ അവസ്ഥ കാണുന്നത്. ചരിത്രത്തിൽ കാണാം, അവരുടെ കൂടെ ഉണ്ടായിരുന്നത് 300 ചില്ലാനം വരുന്ന ആളുകൾ, 2 കുതിരകൾ, 70 ഒട്ടകങ്ങൾ. ഇതാണ് ആകെ ബദരീകളുടെ അടുക്കലുണ്ടായിരുന്ന യുദ്ധസന്നാഹം എന്ന് പറഞ്ഞാൽ. അങ്ങനെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് കൂടിയാലോചിക്കുന്നു. സഹാബത്ത്, അൻസാറുകളും മുഹാജിറുകളും ഒരുപോലെ സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് ഗമിച്ചാലും എന്ന് പറഞ്ഞ് പിന്തുണ അറിയിച്ചു. അങ്ങനെ ബദർ ഒരുങ്ങുകയാണ്, ബദറിൻ്റെ രണാങ്കണം ഒരുങ്ങുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങൾക്ക് വമ്പിച്ച സഹായം നൽകി. ചെറിയ കൊച്ചു സംഘമായിരുന്നു അവർ. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. ബദരീങ്ങളോട്, സഹാബത്തിനോട് അള്ളാഹു പറയുകയാണ്, ബദറിൻ്റെ മണ്ണിൽ, ബദറിൻ്റെ രണാങ്കണത്തിൽ അല്ലയോ സഹാബികളെ, നിങ്ങൾക്ക് നാം സഹായം നൽകി. നിങ്ങളന്ന് ഒന്നുമില്ലാത്ത ദുർബലരായ ആളുകളായിരുന്നു. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരുവാൻ വേണ്ടി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ പിന്തുണ ലഭിച്ചപ്പോൾ അവരോട് പറഞ്ഞു, സീറു അലാ ബറകത്തില്ലാഹി വഅബ്ശിറു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ മുന്നോട്ട് ഗമിക്കുക, സന്തോഷിക്കുക. ഫഇന്നല്ലാഹ ഖദ് വഅദനി ഇഹ്ദ ത്വായിഫതൈൻ. രണ്ടാലൊരു സംഘത്തെ അള്ളാഹു എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതാണ് അള്ളാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. നബിയെ, താങ്കളെ താങ്കളുടെ വീട്ടിൽ നിന്ന് നാം പുറത്തേക്ക് കൊണ്ടുവന്നത് ഹക്കായിക്കൊണ്ടാണ്, സത്യപ്രകാരമാണ്. അള്ളാഹു രണ്ടാലൊരു സംഘത്തെ ഈ മുസ്ലിം സൈന്യത്തിന്, ബദരീങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. സഹാബികൾ കരുതിയത് ചെറിയ സംഘത്തെയാണ്, കച്ചവട സംഘത്തെയാണ്. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചത് ഹക്കും ബാത്തിലും വേർതിരിക്കപ്പെട്ട് ഇസ്ലാം, മുസ്ലിമീങ്ങൾ ഉയർന്നു നിൽക്കാൻ വേണ്ടിയാണ്. അവർ ചെറിയ സംഘത്തെയാണ് ഉദ്ദേശിച്ചത് എങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് ലിയുഹിഖൽ ഹഖ വയുബ്തിലൽ ബാതിൽ, ഹഖ് വെളിപ്പെടാനും ബാതിൽ തകരാനും വേണ്ടിയാണ്. വലൗ കരിഹൽ മുജ്രിമുൻ, കുറ്റവാളികൾ, അതിക്രമകാരികൾ, അവർക്ക് അനിഷ്ടമുണ്ടായാലും ശരി. അതുപോലെ അള്ളാഹു പറഞ്ഞു ആ ആയത്തിൻ്റെ തൊട്ടു മുന്നേ, അല്ലാഹു റബ്ബുൽ ആലമീൻ വയുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ ബികലിമാതി. അല്ലാഹു അവൻ്റെ വാക്ക് അത് സത്യമായി പുലരാൻ ഉദ്ദേശിക്കുകയുണ്ടായി. വയഖ്തഅ ദാബിറൽ കാഫിരീൻ, കാഫിറുകളുടെ അഥവാ മക്കയിലെ മുശ്രിക്കുകളുടെ ഈ വരുന്ന വലിയ സംഘത്തിൻ്റെ
വേര് മുരട് മുറിച്ചു കളയാനാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. നോക്കണം നിങ്ങൾ, ബദറിൽ സഹോദരങ്ങളെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണപാഠമാണിത്. ചെറിയ സംഘമാണ്, പക്ഷെ അള്ളാഹു അവർക്ക് വിജയം നൽകി, സഹായം നൽകി. അള്ളാഹു അവർക്ക് വലിയ സർവസന്നാഹങ്ങളുമായി വന്ന ഒരു സംഘത്തിനെതിരിൽ വിജയം നൽകി. യുദ്ധസന്നാഹങ്ങളൊന്നുമില്ലാതെ വന്നവരാണ് നമ്മുടെ നേതാക്കന്മാർ ബദരീങ്ങൾ. എന്നാൽ അപ്പുറത്ത് ചരിത്രത്തിൽ കാണാം, അവർക്ക് ഒരു ദിവസം 10ഓളം ഒട്ടകങ്ങളെ അവർ അറുത്ത് ഭക്ഷിച്ചിരുന്നു. 10ഓളം ഒട്ടകങ്ങളെ തിന്നിരുന്നു എന്നാണ്. അവർ കുടിച്ചു കൂത്താടിയിരുന്നു. അവർക്ക് നർത്തകിമാരുണ്ടായിരുന്നു, പാട്ടുകാരികൾ ഉണ്ടായിരുന്നു. ആടി തമർത്തുകൊണ്ടാണ് അവർ ബദറിലേക്ക് പുറപ്പെടാൻ തയ്യാറായത്. എന്നാൽ ഇപ്പുറത്ത് സഹോദരങ്ങളെ, ബദറിന്റെ തലേന്ന് രാത്രി അതാ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ബദരീങ്ങൾ ദുആ ചെയ്യുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നഹും ഹുഫാതുൻ ഫഹ്മിൽഹും. അല്ലാഹുവേ, അവർ നഗ്നപാതകരാണ്, അവർ കാലിൽ ചെരുപ്പില്ലാത്തവരാണ്, നീ അവരെ ഏറ്റെടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നഹും ഉറാതുൻ ഫക്സുഹും. അല്ലാഹുവേ, അവർ നല്ലപോലെ വസ്ത്രം ധരിക്കാനില്ലാത്തവരാണ്, നീ അവരെ ധരിപ്പിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നഹും ജിആഉൻ ഫഅശ്ബിഉഹും. അല്ലാഹുവേ, അവർ പട്ടിണി പാവങ്ങളാണ്, വിശന്നു വലഞ്ഞവരാണ്, നീ അവർക്ക് ഭക്ഷണം നൽകണേ, അവരുടെ വിശപ്പ് നീ അടക്കണേ റബ്ബേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. അതാ ഹദീസിന്റെ കിതാബിൽ നമുക്ക് കാണാം, ബദർ ആ യുദ്ധം അത് അരങ്ങേറി. ഓരോ സഹാബിമാരും ഒന്നുമില്ലാത്ത ദുർബലരായി പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ വഖദ് റജഅ ബിജമലിൻ ഔ ജമലൈൻ, 1 or 2 ഒട്ടകങ്ങളായിട്ടാണ് ഓരോരുത്തരും തിരിച്ചു വന്നത്. വഖ്തസൗ വശബിഉ, അവർക്ക് അല്ലാഹു വസ്ത്രം നൽകി, യുദ്ധാർജിത സ്വത്ത് നൽകി, അവർക്ക് വിശപ്പടക്കുകയുണ്ടായി റബ്ബ് സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ശത്രു സൈന്യത്തിലേക്ക് നോക്കുകയാണ്. 1000ഓളം വരുന്നവരുണ്ട്. അതാ അവിടുന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ അൻജിസ് ലീമാ വഅദ്തനി. അല്ലാഹുവേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് നീ പൂർത്തീകരിച്ച് നൽകണേ. അല്ലാഹുമ്മ ആതി മാ വഅദ്തനി. റബ്ബേ, നീ വാഗ്ദാനം ചെയ്തത് നീ എനിക്ക് നൽകണേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർദ്. മുസ്ലിമീങ്ങളായ ഈ കൊച്ചു സംഘത്തെ, ഈ ബദരീങ്ങളെ എങ്ങാനും റബ്ബേ നീ നശിപ്പിച്ചു കളയുകയാണെങ്കിൽ, അവരെങ്ങാനും യുദ്ധത്തിൽ പരാജിതരായി പോവുകയാണെങ്കിൽ, നീ മാത്രം ആരാധിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല റബ്ബേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി അവിടുത്തെ 2 കരങ്ങളും ഉയർത്തി അവിടുത്തെ മേൽമുണ്ട് താഴേക്ക് വീഴുമാർ അവിടുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നുകൊണ്ട് അവിടുത്തെ മേൽത്തട്ടമെടുത്ത് അവിടുത്തെ ശരീരത്തിൽ അടിയിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, കഫാക മുനാശദതുക റബ്ബക്, താങ്കളുടെ റബ്ബിനോട് പറഞ്ഞത്, സംസാരിച്ചത്, ദുആ ചെയ്തത് മതി നബിയെ. ഫഇന്നഹു സയുൻജിസു ലക മാ വഅദക, താങ്കളുടെ റബ്ബ് അല്ലാഹു താങ്കൾക്ക് വാഗ്ദാനം ചെയ്തത് നൽകുക തന്നെ ചെയ്യും. ഫഅൻസലല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ ആയത്ത് അവതരിപ്പിച്ചു. ബദരീങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ബദരീങ്ങളുടെയും ദുആഇനെ കുറിച്ച്, അല്ലാഹുവിന്റെ സഹായം വന്നിറങ്ങിയതിനെ കുറിച്ച് അല്ലാഹു ആയത്തിറക്കി. ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തപ്പോൾ അല്ലാഹു നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകി. തുടരെ ആയിരക്കണക്കിന് മലക്കുകളെ അയച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് ഉത്തരം നൽകി, നിങ്ങളെ സഹായിച്ചു. അല്ലാഹുവിൻ്റെ സഹായം വന്നിറങ്ങി. ബദറിന്റെ രണാങ്കണം മലക്കുകൾ കൊണ്ട് നിറഞ്ഞു. സഹാബികളുടെ നേർക്ക് പാഞ്ഞടക്കുന്ന ശത്രു സൈന്യത്തിൽപ്പെട്ടവൻ പിന്നീട് ചത്തു മലർന്നു കിടക്കുകയാണ്. അവൻ്റെ ശിരസ് അറ്റുകൊണ്ട് വേർപെട്ട് കിടക്കുകയാണ്. മലക്കുകളുടെ ശബ്ദം
അവരുടെ കുതിരപ്പടയാളികളുടെ ശബ്ദം സഹാബികൾ കേട്ടതായി ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നു. അങ്ങനെ സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ബദറിൽ വമ്പിച്ച വിജയം നൽകി. ഇവിടെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്തു. റബ്ബിനോട് മാത്രം ദുആ ചെയ്യണം, അവനെ മാത്രം ആരാധിക്കണം എന്നതാണ് നമ്മുടെ നേതാക്കന്മാരായ ബദരീങ്ങളുടെ ആദർശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്ത 2 ദുആകൾ നമ്മൾ കേട്ടു, ഹദീസിന്റെ കിതാബിൽ വന്നതാണ്. തൊട്ടപ്പുറത്തെ ടെന്റിൽ അഹങ്കാരികളുടെ നേതാവ് അബൂജഹൽ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അഖ്തഅനാ ലിർറഹിം വആതാനാ ബിമാ ലാ യുഅറഫ് ഫഅഹിൻഹു അൽഗദാത. അല്ലാഹുവേ, അപ്പുറത്ത് നിൽക്കുന്ന സംഘം, അവരിലെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ റസൂലിനെ കുറിച്ചാണ് അവൻ പറഞ്ഞത്. അവൻ വന്നുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധം മുറിച്ചു. നമുക്കറിയാത്ത, നമുക്ക് പരിചയമില്ലാത്ത പലതും നമുക്കിടയിലേക്ക് അവൻ കൊണ്ടുവന്നു. നാളെയുടെ പ്രഭാതത്തിൽ അല്ലാഹുവേ, നീ അവനെ നശിപ്പിക്കണേ. അബൂജഹൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ബദറിൽ 2 സൈന്യവും അള്ളാഹുവിനോട് ദുആ ചെയ്തു. പിന്നെ എവിടെയാണ് പ്രശ്നം? പിന്നെന്തിനാണ് ബദർ ഉണ്ടായത്? എന്തിനാണ് ബദർ അരങ്ങേറിയത്? പ്രിയമുള്ളവരെ, ബദരീങ്ങളുടെ ആദർശം തൗഹീദാണ്, അള്ളാഹുവിൻ്റെ ഏകത്വമാണ്. അള്ളാഹു അല്ലാത്ത ഒരാളെയും ആരാധിക്കാൻ പാടില്ല. ഇത് നബിമാരാവട്ടെ, മലക്കുകളാവട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, ആരാധനയുടെ അംശം അവർക്ക് നൽകാൻ പാടില്ല. ദുആ മുതൽ, ഇസ്തിഗാസ മുതൽ, നേർച്ച, തവക്കുൽ, എന്ത് ഇബാദത്തുകളുണ്ടോ അതെല്ലാം അള്ളാഹുവിന് മാത്രമേ വകവെച്ചു നൽകാൻ പാടുള്ളൂ എന്നാണ് ബദരീങ്ങളുടെ ആദർശം. അതാണ് ബദരീങ്ങളുടെ വാദം. എന്നാൽ അപ്പുറത്ത് നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകളുടെ വാദം എന്നാൽ എല്ലാം സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതുമൊക്കെ അള്ളാഹുവാണ്. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാനും, നമുക്ക് പ്രയാസം വന്നാൽ ദുആ ചെയ്യാനും, നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാനും നമുക്ക് ചില ആളുകൾ വേണം. അതുകൊണ്ടാണ് തൽബിയത്ത് ചൊല്ലിയപ്പോൾ അവർ പറഞ്ഞത്, ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക്. അല്ലാഹുവേ, ഒരു പങ്കുകാരൻ ഒഴികെ ആ പങ്കുകാർ നീ കൊടുത്ത കഴിവാണ് അവർക്കുള്ളത്, നീ നൽകിയത് തന്നെയാണ് അവരുടെ കയ്യിലുള്ളത്. അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ, അവരെന്തൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ, അതൊക്കെ റബ്ബേ നിന്റെ അധീനതയിലുള്ളതാണ്. ഈ 2 ആദർശവുമാണ് പ്രിയമുള്ളവരെ ബദറിന്റെ മണ്ണിൽ ഏറ്റുമുട്ടിയത്. ഇനി നമ്മുടെ നാട്ടിലേക്ക് വരൂ, തിരിച്ചു വരൂ. നമ്മുടെ നാട്ടിലുള്ള ബദരീങ്ങളോട് സ്നേഹം പറയുന്ന ആളുകളുടെ ആദർശവും ബദരീങ്ങളോട് യഥാർത്ഥ സ്നേഹം പറയുന്ന ആളുകളുടെ ആദർശവും ഒന്ന് മാറ്റുരച്ചു നോക്കൂ നിങ്ങൾ. ഇവിടെയുള്ള വലിയ സംഘം ഇന്ന് രാത്രി ബദരീങ്ങളുടെ ആണ്ട് നടത്തുന്ന ആളുകൾ, അവരുടെ വാദം എന്താണ്? അള്ളാഹുവാണ് സട്ടാവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരോടും ദുആ ചെയ്യാം, ആരോടും പ്രാർത്ഥിക്കാം, ആരോടും ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് ദുആ ചെയ്യാം, ഖബറാളികളോട് ദുആ ചെയ്യാം, മരണപ്പെട്ടവരോട് ദുആ ചെയ്യാം, അവർക്ക് നേർച്ച വഴിപാട് നൽകാം. ഇതാണ് ഇവിടെയുള്ള ആളുകളുടെ വാദം. അതുകൊണ്ടാണ് അവർ ഇന്ന് നടക്കാനിരിക്കുന്ന, അതല്ലെങ്കിൽ നാളെയും നടക്കാനിരിക്കുന്ന ബദർ മൗലിദിൽ, ബദർ മാലകളിൽ പാടുന്ന ചില പാട്ടുകളുണ്ട്, ചില വരികളുണ്ട്. അവർ പാടും, നമുക്ക് കേൾക്കാം. യാ മൻ ബിഹി ഹല്ലർ റദ വമൻ ബിഹിം നകിദ ഖുൽ നാദിയൻ മുസ്തൻജിദൻ യാ അഹ്ല ബദരി ശുഹദാ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായവനെ, നഷ്ടം സംഭവിച്ചവനെ, ദുഃഖം കൊണ്ട് വിഷമിക്കുന്നവനെ, അല്ലയോ ബദർ ശുഹദാക്കളെ എന്ന് നീ വിളിച്ചുകൊള്ളുക, പ്രാർത്ഥിച്ചുകൊള്ളുക. ഇതാരുടെ വാദമാണ് പ്രിയമുള്ളവരെ? ഇത് അബൂജഹലിന്റെ വാദമാണ്. അള്ളാഹുവാണ് സട്ടാവ് എന്ന് വിശ്വസിക്കുകയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും തുടങ്ങി വദ്ദിനോടും സുവാഇനോടും യഗൂസിനോടും യഊഖിനോടും നസ്റിനോടും അങ്ങനെ അംബിയ, ഔലിയാക്കന്മാർ, മലക്കുകൾ, ജിന്നുകൾ സകലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്, അവർക്ക് ആരാധനകൾ സമർപ്പിക്കുന്നവരാണ് മക്കയിലെ മുശ്രിക്കുകൾ. അതേ വാദം തീർന്നില്ല. മാലപ്പാട്ടിൽ നമുക്ക് കാണാം, അതാ കടം ബാധിച്ചവരോട് പറയുകയാണ്, അല്ലൽ മീഗന്തേ കടത്തിൽ അകപ്പെട്ടോൻ
അസ്മാ ഉരത്താൽ കടം വീടും എന്നോവർ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവൻ, കടം കൊണ്ട് വലഞ്ഞവൻ ബദരീങ്ങളുടെ പേരുകൾ ഉരുവിട്ടുകൊള്ളട്ടെ, അവന്റെ കടം വീട്ടിക്കൊള്ളാം. ബദരീങ്ങളോട് വിളിച്ച് തേടിക്കൊള്ളട്ടെ എന്നാണ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറും മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബന. തവസ്സുൽ ബൈത്തായി ബദരീങ്ങളെ വിളിക്കുകയാണ്. സാധാരണ അള്ളാഹുവെ നീ കാക്കണേ എന്ന് പറയലാണ് മുസ്ലിമീങ്ങൾ. എന്നാൽ ഇവിടെ അള്ളാഹുവിനോട് പറയുകയാണ്, റബ്ബേ ആപത്തും പ്രയാസങ്ങളൊക്കെ വന്നാൽ ബദരീങ്ങളെ കൊണ്ട് നീ സഹായിക്കണേ. ആരാണ് ഇവിടെ മുകളിൽ? അള്ളാഹു ആണോ ബദരീങ്ങളാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഏതൊരു ബദരീങ്ങൾക്ക് വേണ്ടിയാണോ ബദറിന്റെ മണ്ണിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്, ആ ബദരീങ്ങളോട് ദുആ ചെയ്യുകയാണ്. ആ ബദരീങ്ങളാൽ തുണ റബ്ബന എന്ന് പറയുകയാണ്. നമുക്ക് നാട്ടിൽ സുപരിചിതമായ മജ്ലിസുൻ നൂർ എന്ന, യഥാർത്ഥത്തിൽ അത് മജ്ലിസുൽ ദുലുമാത്താണ്, പ്രകാശത്തിന്റെ സദസ്സല്ല, ഇരുട്ടുകളുടെ സദസ്സാണത്. അവിടെ അതാ ബദർ മാലകൾ, ബദർ മൗലിദുകൾ പാടുന്നു. എന്നിട്ട് അതിന് ജവാബ് പറയുന്നത് എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങാനും അർത്ഥമറിഞ്ഞ് സ്വീകരിച്ചിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ ആ മാലപ്പാട്ട് പാടുമോ? പ്രയാസങ്ങളും കടബാധ്യതകളും ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാൻ ബദരീങ്ങളും നേതാക്കന്മാരും നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു എന്നിരിക്കെ അതേ ബദരീങ്ങളോട് ദുആ ചെയ്യുക. അത് നോക്കണം. ബദറിന്റെ മണ്ണിൽ ഇസ്തിഗാസ ചെയ്തു എന്നാണ്. ഇത് തസ്തഗീസൂന എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇത് തദുഊന എന്നല്ല. നിങ്ങൾ ദുആ ചെയ്തു എന്നല്ല പറഞ്ഞു, ഇസ്തിഗാസ ചെയ്തു എന്നാണ്. എന്നിട്ട് അതേ ഇസ്തിഗാസ, നമ്മൾ ദുആ ചെയ്യുന്നില്ല, നമ്മൾ ഇസ്തിഗാസയെ ചെയ്യുന്നുള്ളൂ. ആ ഇസ്തിഗാസയാണ് ബദരീങ്ങൾ അല്ലാഹുവിനോട് ചെയ്തത് എങ്കിൽ അവരോട് യഥാർത്ഥ സ്നേഹമുള്ള മുസ്ലിമീങ്ങൾ സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിനോടാണ് ദുആ ചെയ്യേണ്ടത്. അവർ ആ ബദറിന്റെ മണ്ണിൽ, ഉഹദിന്റെ മണ്ണിൽ, ഖന്ദക്കിൽ, അതുപോലെയുള്ള യുദ്ധങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഉയരാൻ വേണ്ടിയാണ് പോരാടിയത് എങ്കിൽ അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഷീഈ, ജൂതൻ, യഹൂദി ഉണ്ടാക്കിയ മാലപ്പാട്ടുകളും മൗലിദുകളും പാടി അവരുടെ ആ ആദർശത്തെ തകർത്ത് കളയരുത്. നമ്മൾ അന്തസ്സുള്ള ബദരീങ്ങളുടെ പിൻഗാമികളാണ്. അവർ ഉറച്ചു നിന്നത്, അള്ളാഹു അവരെ സഹായിച്ചത് അവരുടെ ഈമാനിന്റെ ഫലമാണ്. അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ ദുആ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ നാടും വീടും സ്വത്തും സമ്പത്തും സകലതും വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയവരാണവർ. സ്വജീവൻ ത്യജിച്ചവരാണവർ. എന്തിനും തയ്യാറായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നവരാണവർ. ആ ബദരീങ്ങളുടെ ആദർശം അത് പിൻപറ്റലാണ് പ്രിയമുള്ളവരെ അവരോടുള്ള യഥാർത്ഥ സ്നേഹം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ബദർ മൗലിദും ബദർ ആണ്ടും നടത്താത്തത്. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു തന്നിട്ടില്ല. അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരത് കാണിച്ചു തന്നിട്ടില്ല. അവർ പോലും രോഗം വന്ന് വഫാത്തായവരുണ്ട്. പിന്നീട് യുദ്ധത്തിൽ ഷഹീദായവരുണ്ട്. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ബദരീകളിൽപ്പെട്ടവരാണ്. രണ്ടുപേരും പിന്നിൽ നിന്ന് കുത്തുകൊണ്ടിട്ടാണ് മരണപ്പെട്ടത്, ഷഹീദായത്. എന്തേ ബദരീകളായ ആ സ്വഹാബികൾ ഒളിച്ചു നിൽക്കുന്ന ആ ശത്രുവിനെ കാണാതെ പോയി? പ്രിയമുള്ളവരെ, ബദരീങ്ങൾക്ക് നമ്മളെ സഹായിക്കാനോ അവരുടെ സ്വന്തം നഫ്സിനെ സഹായിക്കാനോ അവരെ കഴിവില്ല. അവർ മഹാന്മാരാണ്, അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷെ അവർ പഠിപ്പിക്കാത്തത് അവരുടെ പേരിൽ നമ്മൾ പറയരുത്, വിശ്വസിക്കരുത്. അവർ ഏതൊരു ആദർശത്തിന് വേണ്ടി പ്രയാസപ്പെട്ടുവോ ആ ആദർശം നെഞ്ചിലേറ്റേണ്ടവരാണ് നമ്മൾ. അതാണ് അവരോടുള്ള സ്നേഹം. അതുകൊണ്ടാണ് ഇന്ന് ബദർ മൗലിദും ആണ്ടും നടത്തുമ്പോൾ തൗഹീദുള്ളവർക്ക് അത് വല്ലാത്ത പ്രയാസമാകുന്നത്. അതിൻ്റെ പേരിലുള്ള ഭക്ഷണം കാണുമ്പോൾ പ്രയാസം തോന്നുന്നത് അതുകൊണ്ടാണ്. ചില ആളുകൾ പറയും, ഭക്ഷണമല്ലേ ഇപ്പൊ കൊണ്ടുവന്ന് ഇപ്പൊ തിന്നാണ്ടിരിക്കാൻ പറ്റുമോ? സഹോദരങ്ങളെ, ഹറാമിനു വേണ്ടി, ബിദ്അത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട, അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ട ഭക്ഷണം അത് നമ്മൾ കഴിക്കരുത്. അള്ളാഹു ഹറാമാക്കിയ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അള്ളാഹുവിന് വേണ്ടി അല്ലാതെ നിശ്ചയിക്കപ്പെട്ടത് അത് നമ്മൾ തിന്നാൻ പാടി, നമുക്ക് ഹറാമാണ്. അതുപോലെ ബദരീങ്ങളുടെ പേരിൽ ഇന്ന് അറുക്കും, അതിന്റെ മാംസമാണ് ഭക്ഷിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, ആരാണോ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തിയത് അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ബദരീങ്ങളുടെ പേരിൽ അറുത്തിട്ട് അതിലെ മാംസം
ഭക്ഷിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ശാപം കിട്ടാനുള്ള കാരണമാണ്. ഇത് സഹോദരങ്ങളെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ആത്മാർത്ഥതയോടുകൂടി പറയുകയാണ്, ഗുണകാംക്ഷയോടുകൂടി പറയുകയാണ്. നമ്മൾ വഴിതെറ്റിപ്പോകരുത്. നമ്മൾ തുടക്കത്തിൽ കേട്ട ചരിത്രവും ബദരീങ്ങളുടെ പോരിശകളുമെല്ലാം അംഗീകരിച്ചുകൊണ്ടും അവരോടുള്ള സ്നേഹം മനസ്സിൽ നിറച്ചു നിർത്തിക്കൊണ്ടുമാണ് ഇത് പറയുന്നത്. ഈ പറയുന്ന ബിദ്അഈ ശിർക്കൻ ആഘോഷം ആചാരം അത് ഇസ്ലാമിൻ്റെ പേരിൽ കടത്തിക്കൂട്ടപ്പെട്ടതാണ്. ഈ പറഞ്ഞത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. പിൽക്കാലത്ത് ഏതോ ഷീഇയോ അങ്ങനെയുള്ള ആരോ കടത്തിക്കൂട്ടിയതാണ് ഇത്തരം പരിപാടികൾ അള്ളാഹുവിൻ്റെ ദീനിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ സത്യമായി മനസ്സിലാക്കി നമ്മുടെ നേതാക്കന്മാരായ ബദരീങ്ങളുടെ ആദർശത്തിൽ അണിചേരാൻ, അതിലായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ബദറിൻ്റെ ചരിത്രവും ബദരീങ്ങളുടെ യുദ്ധവും ബദരീങ്ങളുടെ പോരാട്ടവും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗുണപാഠം, എത്ര ചെറിയ സംഘമാണെങ്കിലും ഈമാനിൻ്റെ ബലം അത് അല്ലാഹു നമ്മെ സഹായിക്കും. അത് ഈ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും നമുക്ക് വലിയ ഒരു പുനർവിചിന്തനമാണ്. മുസ്ലിമീങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ, മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത്, ബദറിൽ സഹായിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ അർശിൻ്റെ മീതെയുണ്ട്. എന്നാൽ അവൻ്റെ സഹായം താഴേക്കിറങ്ങണമെങ്കിൽ ബദരീങ്ങളുടെ നിലവാരം നമുക്കുണ്ടായിരിക്കണം. ബദരീങ്ങൾ നെഞ്ചിലേറ്റിയ ആദർശത്തിലായിരിക്കണം നമ്മൾ. തൗഹീദിൻ്റെ വക്താക്കളായിരിക്കണം നമ്മൾ. ശിർക്കിൻ്റെ വക്താക്കളായി അങ്ങനെ മുന്നോട്ട് പോയാൽ, കഴിഞ്ഞുകൂടിയാൽ അല്ലാഹു സഹായിക്കുകയില്ല. അതുകൊണ്ടാണ് ബദറിൻ്റെ മണ്ണിൽ തൗഹീദുള്ളവർക്ക്, ഈമാനുള്ളവർക്ക്, ബദരീങ്ങൾക്ക് അല്ലാഹു സഹായം നൽകിയത്. ഒരു സന്നാഹവുമില്ലാതെയാണ് അവർ ആ രണഭൂമിയിലേക്ക് വന്നത്. ന്യൂനപക്ഷമായിരുന്നു, കൊച്ചു സംഘമായിരുന്നു. അല്ലാഹു അവർക്ക് വിജയം നൽകി. എന്നാൽ സർവസന്നാഹവുമായി വന്ന 1000-ഓളം വരുന്ന മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് വയഖ്തഅ ദാബിറൽ കാഫിരീൻ, അവരുടെ മുരട് അല്ലാഹു മുറിച്ചു കളഞ്ഞു. മക്കയിലെ വലിയ വലിയ ഖുറൈശികളുടെ തലകൾ അന്ന് അറുക്കപ്പെട്ടു. അവർ മരിച്ചു വീണു ബദറിൻ്റെ മണ്ണിൽ. അതുകൊണ്ട് എത്ര വലിയ സന്നാഹം ഉണ്ടായിട്ടും കാര്യമില്ല. തൗഹീദ് ഉണ്ടായാൽ അല്ലാഹു സഹായിക്കും. ശിർക്ക് എന്നത് അങ്ങേയറ്റത്തെ നഷ്ടമാണ്. തൗഹീദാണ് എല്ലാ കാലത്തും വിജയം സമ്മാനിച്ചിട്ടുള്ളത്. പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, കുറച്ചു കാലം പരീക്ഷിക്കപ്പെട്ടാലും പര്യവസാനം തൗഹീദിൻ്റെ ആളുകൾക്കുണ്ടാകും. അതാണ് നോക്കൂ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു നൽകിയ വിജയം ഇന്നും നമുക്ക് അഭിമാനമാണ്. ആ ബദരീങ്ങളുടെ നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയാലാണ് പ്രിയമുള്ളവരെ നമുക്ക് സമാധാനവും നമ്മുടെ ദീൻ പാലിക്കാനുള്ള അവസരവും നമുക്ക് കിട്ടുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അതോടൊപ്പം സഹോദരങ്ങളെ, സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, പരിശുദ്ധ റമളാനിൻ്റെ ഹിലാൽ അത് അസ്തമിക്കാനായിരിക്കുന്നു, പകുതി പിന്നിട്ടിരിക്കുന്നു. റമളാനിൻ്റെ അവസാനത്തെ 10 ആകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. അവിടുന്ന് അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ റമളാനിലെ മറ്റു ദിവസങ്ങളിലില്ലാത്തതുപോലെ അഹോരാത്രം പരിശ്രമിക്കുമായിരുന്നു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നമുക്ക് പാഠമുണ്ട്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളാണ് അമൂല്യമായ ദിവസങ്ങൾ. അതാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ 10 വന്നെത്തിയാൽ ശദ്ദ മിഇസറ, അവിടുത്തെ ഉടുമുണ്ട് മുറുക്കി ഉടുക്കും.
അഥവാ ഭാര്യമാരുമായുള്ള ഇണചേരൽ, ലൈംഗിക ബന്ധം അതുപോലെയുള്ളതിൽ നിന്ന് അവിടുന്ന് വിട്ടുനിൽക്കും. വഅഹ്യാ ലൈലഹു, അവിടുന്ന് രാത്രി മുഴുവനും ജീവിപ്പിക്കും ഇബാദത്തുകൾ കൊണ്ട്. വഅയ്ഖള അഹ്ലഹു, കുടുംബത്തെ ഭാര്യമാരെ വിളിച്ചുണർത്തും. എന്നിട്ട് ഇബാദത്തിന് വേണ്ടി അവരോട് പറയും. ഇത് സഹോദരങ്ങളെ നമുക്കും ബാധകമാണ്. അഹോരാത്രം പരിശ്രമിക്കേണ്ട സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരും ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇഅ്തികാഫിരിക്കാം. ഇഅ്തികാഫ് എന്നാൽ പള്ളിയിൽ ഇബാദത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുക. അങ്ങനെ അതെത്ര ചെറിയ സമയമാവട്ടെ, ഒരു രാത്രിയാവട്ടെ, 10 ദിവസം മുഴുവനാവട്ടെ, ഒരാൾക്ക് ഇഅ്തികാഫ് ഇരിക്കാം. ഇഅ്തികാഫ് 10 ദിവസം ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ റമദാനിൻ്റെ 20 സൂര്യൻ അസ്തമിക്കുമ്പോൾ മസ്ജിദിലുണ്ടായിരിക്കണം. അതുമുതൽ അയാളുടെ ഇഅ്തികാഫ് ആരംഭിച്ചു. ഇഅ്തികാഫിലായിരിക്കുന്ന ഒരാൾക്ക് ഭാര്യമാരുമായുള്ള ലൈംഗിക ബന്ധമോ അതുപോലെയുള്ള അതിൻ്റെ ആമുഖമോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ മസ്ജിദിൽ നിന്ന് വളരെ അത്യാവശ്യത്തിനല്ലാതെ, മലമൂത്ര വിസർജനം പോലെ, ഭക്ഷണം പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ പുറത്തേക്ക് പോകരുത്. പള്ളിയിൽ അള്ളാഹുവിന് ഇബാദത്തുമായി, ദിക്റിലായി, ശുക്റിലായി കഴിഞ്ഞുകൂടലാണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ. നേരെ രാത്രി വന്ന് തലേണും പൊതുപ്പായി വന്ന് കുറച്ച് നിസ്കരിച്ച് 2 വർത്താനം പറഞ്ഞ് ചായയും കുടിച്ച് നാട്ടുവർത്താനം പറഞ്ഞ് കുറച്ച് കിടന്നുറങ്ങി സുബഹിക്ക് എഴുന്നേറ്റ് പോകലല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഅ്തികാഫിന് വന്നാൽ ഇബാദത്തിലായിരിക്കണം. അപ്പം പിന്നെ കുശലാന്വേഷണവും സംസാരവും ചോദ്യവും വർത്താനവും ചർച്ചയും നാട്ടുവർത്താനവും പാടില്ല. ഓരോരുത്തരും പരസ്പരം കണ്ടറിഞ്ഞ് പെരുമാറുക, ഇബാദത്തിനോട് ഒഴിഞ്ഞിരിക്കുക. കാരണം ആ 10 ദിവസങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിൻ്റെ അവസാനത്തെ 10-ൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. അതിൽ പ്രത്യേകം ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരട്ടയിലും ആയേക്കാമെന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 10 ദിവസങ്ങളിലും സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കണം. അതാണ് അതിൻ്റെ ചുരുക്കം. എന്നിട്ട് റമളാൻ മുഴുവനും കരസ്ഥമാക്കിക്കൊണ്ട് ശവ്വാലിലേക്ക് എത്തിച്ചേരാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. കുതിരയെക്കുറിച്ച് ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം. അതതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴാണ് അതിൻ്റെ വേഗത കൂടുക. കുതിര, ആ കുതിരയേക്കാൾ ബുദ്ധിമാന്മാരായിരിക്കണം നമ്മൾ. നമ്മേക്കാൾ കുതിര ബുദ്ധിമാനായി പോകരുത്. അവസാനത്തിലാണ് നമ്മൾ ഓടേണ്ടത്. അവസാനത്തിലാണ് നമ്മൾ കൂടുതൽ പരിശ്രമിക്കേണ്ടത്. കാരണം ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, ഒരു പ്രവർത്തനങ്ങളുടെ പര്യവസാനം അതാണ് പരിഗണിക്കുക. 20 ദിവസം നന്നായി ഇബാദത്ത് ചെയ്തു, അവസാനത്തെ 10 ദിവസം കൊളായി പോവുക എന്നത് പാടില്ല. നേരത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി വെക്കുക. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. വാങ്ങലും ഉണ്ടാക്കലും തിന്നലും കൊടുക്കലും വാങ്ങലും ഒക്കെ നേരത്തെ തീർത്തേക്കുക. അങ്ങാടികളിലുള്ള കാര്യങ്ങൾ, ഷോപ്പിങ്ങും മറ്റും വേഗത്തിൽ തീർത്തു വെച്ചേക്കുക. അമൂല്യമായ ദിനരാത്രങ്ങൾ, ദിവസങ്ങൾ, സമയങ്ങൾ നമ്മൾ കളഞ്ഞു കുളിക്കരുത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് സഹോദരങ്ങളെ പല പള്ളികളിലും നവൈതുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദ് എന്ന് എഴുതി വെച്ചതായി കാണാം. അങ്ങനെ ഒരു ചൊല്ലിപ്പറയൽ ഒരു ഇബാദത്തിലുമില്ല. നിയ്യത്ത് മനസ്സിലാണ്. നിയ്യത്ത് എന്നാൽ കരുതലാണ്, നമ്മുടെ മനസ്സിലാണത്. അതുകൊണ്ട് പ്രത്യേകം ഒരു ചൊല്ലിപ്പറയൽ, നിസ്കാരത്തിലാവട്ടെ, നോമ്പിനാവട്ടെ, ഏത് ഇബാദത്തിലാവട്ടെ അങ്ങനെ ഒരു ചൊല്ലിപ്പറയൽ ഒരു ഇബാദത്തിലുമില്ല. നമ്മുടെ മനസ്സിലാണ് നമ്മുടെ നിയ്യത്ത്. അത് അള്ളാഹുവിന് വേണ്ടിയാക്കാൻ, ഇഖ്ലാസ് ഉള്ളതാക്കാൻ, ഖുശൂ ഉള്ളതാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത്, നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തൗഹീദോടുകൂടി നമ്മുടെ നേതാക്കന്മാരായ ബദരീങ്ങളുടെ ആദർശത്തിലായി ജീവിക്കാനും അതിലായി മരിക്കാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാനും അതിലായി മരിക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ന്യൂനതകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും
അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم انصر الإسلام والمسلمين. اللهم انصر الإسلام والمسلمين. اللهم انصر الإسلام والمسلمين. اللهم انصر من نصر دينك وكتابك وسنة نبيك محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.